ഹായ്, മൈസെൽഫ് വൈദ്യ അഭിഷേക് കുരൂട. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദ. ആയുഷോ വേദ ആയുർവേദ. ദ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് ആയുർവേദം എന്ന വാക്കിന്റെ അർത്ഥം. അഥർവവേദത്തിന്റെ ഉപവേദമായും ഋഗ്വേദത്തിന്റെ ഉപവേദമായും എല്ലാ വേദങ്ങളിൽ നിന്ന് സംഗ്രഹിക്കപ്പെട്ട 5ാമത്തെ വേദമായും ആയുർവേദത്തെ പറഞ്ഞു കാണുന്നു. എന്തുകൊണ്ട് ആയുർവേദം എല്ലാ കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു? ചില സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയുർവേദ ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ആചാര്യന്മാർ ഒരു കാര്യം പല വിധത്തിൽ പരീക്ഷിച്ചും തർക്കിച്ചും ചോദ്യം ചെയ്തും ഇന്നത് ഇന്ന പ്രകാരമേ സംഭവിക്കുകയുള്ളൂ, ഇന്നത് ഇന്ന പ്രകാരമാണ് എന്ന് വിധിക്കുന്ന വിധിയാകുന്നു സിദ്ധാന്തം. അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, തീ ചൂടാണ്. ചെടികൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ അവ വാടിപ്പോകും. അത് ഏത് കാലത്തും ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും അതിനൊരു മാറ്റം വരില്ല. ഇങ്ങനെ രൂപപ്പെട്ട ചില സിദ്ധാന്തങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ അടിത്തറ. ആയുർവേദ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ത്രിദോഷ സിദ്ധാന്തത്തെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. ത്രിദോഷം എന്നാൽ വാതം, പിത്തം, കഫം. ഇവ സമാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ആരോഗ്യമുണ്ടാവുന്നത്. ഇവ വർദ്ധിക്കുകയോ ക്ഷയിക്കുകയോ ചെയ്യുമ്പോഴാണ് രോഗാവസ്ഥ ഉണ്ടാവുന്നത്. ഈ ഒരു സമാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഈ 3 ദോഷങ്ങളെ മില്ലിഗ്രാമിലോ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലോ നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഭാവിയിൽ ഇത് സാധിക്കുമായിരിക്കും. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു മാനദണ്ഡം ലക്ഷണങ്ങളും ഗുണങ്ങളുമാണ്. വാതദോഷത്തിൻ്റെ ഗുണങ്ങൾ, അവയ്ക്ക് ഒരു 6 ഗുണങ്ങളാണ് പറയുന്നത്. അതിലാദ്യത്തേത് രൂക്ഷത്വം. രൂക്ഷത്വം എന്ന് പറയുമ്പോൾ വല്ലാണ്ടൊരു ഡ്രൈനസ്, ഒരു എണ്ണമെഴുക്കില്ലാത്തൊരവസ്ഥ. രണ്ടാമത്തെ ഗുണം ലഘുത്വം. അത് ശരീരത്തിനൊരു കനം തോന്നായിക, അതായത് ബോഡിക്കൊരു ലൈറ്റ്നസ് ഫീൽ ചെയ്യുക. പിന്നെ ശീതത്വം, അതായത് തൊട്ട് നോക്കുമ്പോൾ ഒരു തണുപ്പ് തോന്നുക, അല്ലെങ്കിൽ ആൾക്ക് തന്നെ ഒരു സ്വയം തണുപ്പ് തോന്നുക. ഖരത്വം, ഒരു മിനുസമില്ലാത്തൊരവസ്ഥ, അതായത് ഒരാളുടെ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യില്ല, ആകെ ഒരു പറുവറുപ്പും അതാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. സൂക്ഷ്മത്വം, എത്ര ചെറിയ ദ്വാരങ്ങളിൽ കൂടിയും സഞ്ചരിക്കാൻ കഴിയുന്നത്. അത് നമ്മൾ ഒരു കാറ്റ് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. പിന്നെ ചലത്വം, അത് ഏത് സ്ഥലത്താണെങ്കിലും അത് ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. പിത്തദോഷത്തിൻ്റെ ഗുണങ്ങൾ, അതിൽ 7 ഗുണങ്ങളാണ് പറയുന്നത്. അതിലാദ്യത്തെ ഗുണം സസ്നേഹം, അതായത് അല്പം എണ്ണമയമുള്ളത്, കൂടുതൽ എണ്ണമയം എന്നുള്ളതല്ല, അല്പമായിട്ട് എണ്ണമയമുള്ളത്. പിന്നെ തീക്ഷ്ണം, പെട്ടെന്ന് പ്രവർത്തിക്കുന്നത്, അതൊരു പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവുക. ഉഷ്ണം, അവിടെ സ്വയം ചൂടനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരാൾ തൊട്ട് നോക്കുമ്പോൾ അവിടെ ചൂടനുഭവപ്പെടുക. ലഘുത്വം, ലഘുത്വം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ വാദത്തിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ കനം കുറഞ്ഞിരിക്കുക, ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്യുക. വിശ്രം, ദുർഗന്ധമുള്ളത്. സരം, ഒഴുകുന്നത്. ദ്രവം, അയഞ്ഞത്. കഫദോഷം, കഫദോഷത്തിൽ 7 ഗുണങ്ങളാണ് പറയുന്നത്. അതിലാദ്യത്തേത് സ്നിഗ്ധത്വം, അതായത് എണ്ണമെഴുക്കുള്ളത്. ശീതത്വം, തണുപ്പ് തോന്നുക. ഗുരുത്വം, കനം തോന്നുക, അതായത് കഫദോഷം കൂടുതലുള്ളവർക്ക്, കഫം കെട്ടിയിരിക്കുന്നവർക്ക് തലയ്ക്കൊരു ഭാരം തോന്നുക. ഇതൊക്കെയാണ് ഗുരുത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ദത്വം, സമയമെടുത്ത് പ്രവർത്തിക്കുന്നത്. ശ്ലക്ഷണത്വം, അവിടെ ഒരു മിനുസം തോന്നുക. മൃത്സനം, കൊഴുപ്പുള്ളത്. സ്ഥിരത്വം, ഉറച്ചു നിൽക്കുന്നത്. ഈ ഗുണങ്ങൾ ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ നമുക്ക് അറിയാൻ സാധിക്കുക അവ വർദ്ധിക്കുമ്പോൾ മാത്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 3 ദോഷങ്ങൾ സമാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഒരാൾ ആരോഗ്യവാനായിരിക്കുക. അതുതന്നെയാണ് അയാളുടെ പ്രകൃതി. പ്രകൃതിയിലിരിക്കുന്ന ഒരാളുടെ 3 ദോഷങ്ങൾ: വാദത്തിന് സമം പിത്തം, പിത്തത്തിന് സമം കഫം എന്നല്ല. ചിലർക്ക് വാദമായിരിക്കും കൂടുതൽ, ചിലർക്ക് പിത്തമായിരിക്കും, ചിലർക്ക് കഫമായിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന 3 ദോഷങ്ങൾ ജനനം മുതൽ മരണം വരെ മാറ്റമില്ലാതെ നിൽക്കും. അവയ്ക്ക് മാറ്റം വരുമ്പോഴാണ് ഒരാൾ രോഗത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞ് 3 ദോഷങ്ങളെ സമാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ആയുർവേദ വൈദ്യന്റെ ധർമ്മം.
ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോകോളിൽ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ ആയുർവേദം തികച്ചും മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു. താങ്ക് യു.